നിസാർ കറിവേണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് നോമ്പിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് തരിക്കഞ്ഞി. അത് ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് മൂത്തതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക. ആ ഭാഗം ക്യാമറ ഓഫ് ആയതുകൊണ്ടാണ് കാണാൻ കഴിയാഞ്ഞത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സേമിയം ഇട്ട് കൊടുക്കുക. സേമിയ ചുമക്ക വറുത്തെടുക്കുക. ഇതിപ്പോൾ നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പശുവിൻ പാല് ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടായാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുക. ഞാൻ വറുത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. കൈ നിർത്താതെ വേണം ഇളക്കി കൊടുക്കാൻ, അതല്ലെങ്കിൽ കട്ട കെട്ടും. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഫ്ലേവറിന് 4 ഏലക്കായ ചതച്ചതും ഇട്ട് കൊടുക്കുക. ഏലക്കായ പൊടി ഇല്ലെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. 1 നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കുക. ഒന്ന് കുറുകി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്താ വെച്ചാൽ ഇരുന്നിട്ട് ഒന്നുകൂടി കട്ടിയായി കിട്ടും. അപ്പം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. കട്ടിയാവുകയാണെങ്കിൽ കുറച്ച് ചൂടുള്ളൂ, പാല് കാച്ചിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലെയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ ഗാർണിഷിങ്ങിനായിട്ട് മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. താങ്ക് യു.